ഒരു സിബിൽ റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്? സിബിൽ എന്ന് എടുത്ത് പറയാൻ കാരണം പലർക്കും സിബിൽ സ്കോർ ഇല്ലെങ്കിൽ സിബിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ ക്രെഡിറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് റിപ്പോർട്ട്, ക്രിഫ്, എക്യുഫാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ടൈം ഉപയോഗിക്കുന്നതിന് പകരം സിബിൽ റിപ്പോർട്ട് എന്ന രീതിയിൽ യൂസ് ചെയ്തത്. ഇപ്പോൾ ഏത് ബ്യൂറോയുടെ റിപ്പോർട്ടാണെങ്കിലും ഏത് ബ്യൂറോയുടെ ക്രെഡിറ്റ് റിപ്പോർട്ടാണെങ്കിലും നോക്കേണ്ട കാര്യങ്ങളൊക്കെ സെയിം ആണ്. പലരും ജസ്റ്റ് സിബിൽ സ്കോർ മാത്രമാണ് നോക്കുന്നത്. എന്നാൽ സിബിൽ എന്ന് പറയാൻ ജസ്റ്റ് ആ ഒരു 3 ഡിജിറ്റ് നമ്പർ മാത്രമല്ല, ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഉണ്ടാകും. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ആ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ്. അതിൻ്റെ ബേസിൽ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു 3 ഡിജിറ്റ് നമ്പർ മാത്രമാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എപ്പോഴും സിബിൽ റിപ്പോർട്ടാണ്, അതായത് ക്രെഡിറ്റ് റിപ്പോർട്ടാണ്. ഇപ്പോൾ പലരും കമൻറ്റ് ചെയ്യാറുണ്ട്, ഇപ്പോൾ ഈ മാസം എനിക്കൊരു 3 പോയിന്റ് സ്കോർ കുറഞ്ഞു അല്ലെങ്കിൽ 10 പോയിന്റ് സ്കോർ കുറഞ്ഞു, പ്രത്യേകിച്ച് റീസണോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊക്കെ നോർമലാണ്. നമ്മുടെ സിബിൽ സ്കോർ ഏത് ബ്യൂറോയുടെ സ്കോർ ആയിക്കോട്ടെ, അത് ഓരോ മാസം ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും പല കാരണങ്ങൾ കൊണ്ട്. അവരുടെ അൽഗോരിതം ചേഞ്ച് ആകുമ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സ്കോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരും. അത് സ്വാഭാവികമാണ്. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മുടെ റിപ്പോർട്ടാണ്. റിപ്പോർട്ട് നമ്മൾ ക്ലീൻ ആയിട്ട് വെക്കുക, അതിനകത്ത് റെഡ് ഫ്ലാഗ് ഒന്നും ഇല്ലാതെ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് നമ്മൾ എപ്പോഴും കെയർ ചെയ്യേണ്ടത്. അല്ലാതെ സ്കോറിൽ ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും നമ്മളെപ്പോഴും വലിയ കാര്യമാക്കേണ്ടതില്ല. നമ്മൾ റിപ്പോർട്ടാണ് എപ്പോഴും നോക്കേണ്ടത്. ഒരു സിബിൽ റിപ്പോർട്ടിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു EMI ഉണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡെബിറ്റ് കാർഡ് EMI ഉണ്ട്, ഈവൻ നിങ്ങൾക്കൊരു UPI പേ ലേറ്റർ സർവീസ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം എന്തെങ്കിലും ലോൺ പ്രൊഡക്റ്റ് ഒക്കെ ഉള്ളവർക്കാണ് നോർമലി ഒരു ക്രെഡിറ്റ് റിപ്പോർട്ട് ആണെങ്കിലും സ്കോറൊക്കെ ആണെങ്കിലും ജനറേറ്റ് ആവുക. സോ അങ്ങനെ ഏതെങ്കിലും കാറ്റഗറി ഒരു ലോൺ പ്രൊഡക്റ്റ് നിങ്ങളുടെ പേരിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. സിബിൽ റിപ്പോർട്ട് എടുത്ത് കഴിഞ്ഞാൽ അതിൽ ഒന്നാമതായിട്ട് നോക്കേണ്ട ഒരു സെക്ഷനാണ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്. അവിടെ നിങ്ങളുടെ പേര് കാണാം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണാം, നിങ്ങളുടെ മൊബൈൽ നമ്പർ കാണാം, ഇമെയിൽ ID കാണാം, നിങ്ങളുടെ അഡ്രസ്സ് കാണാം, നിങ്ങളുടെ പാൻ നമ്പർ കാണാം. ഇങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി നമ്മുടെ റിപ്പോർട്ടിൽ കാണുവാനായിട്ട് സാധിക്കും. അത് കറക്റ്റ് ആണോ അല്ലയോ നോക്കുക. ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പല സംഭവങ്ങളുണ്ടാകും. ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ പേരിലല്ലാതെ നിങ്ങൾ എടുക്കാത്ത ലോൺ നിങ്ങളുടെ റിപ്പോർട്ടിലേക്ക് കയറി വരാം. അതേപോലെ തന്നെ ഇപ്പോൾ വേറെ ആരെങ്കിലും എടുത്ത ലോൺ അത് ഡ്യൂ ആയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിപ്പോർട്ടിൽ മാർക്ക് ചെയ്യപ്പെടാം. സോ ഇങ്ങനെ വേറെ ആരുടെയെങ്കിലും ഡാറ്റ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് കയറി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ബാങ്ക് ഡാറ്റയും കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യുന്ന സമയത്ത് പാൻ നമ്പറിലേക്ക് മിസ്മാച്ച് വന്നു കഴിഞ്ഞാലൊക്കെ ഈ രീതിയിൽ വേറെ ആരുടെയെങ്കിലും ഡാറ്റ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് കയറി വരും. എന്നിട്ട് നിങ്ങൾ വല്ല ലോണോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ലോൺ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാത്ത ഒരു ലോണാണ്, അത് ഡ്യൂ വന്നു കഴിഞ്ഞാൽ കൂടി നിങ്ങൾക്ക് ലോൺ റിജക്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ അല്ലയോ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സിബിലിൻ്റെ വെബ്സൈറ്റ് വഴി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് അതിൽ ക്ലിയർ ചെയ്തെടുക്കണം. ഫോൺ നമ്പർ ആണെങ്കിലും പാൻ ആണെങ്കിലും അഡ്രസ്സ് ആണെങ്കിലും എന്ത് ചെറിയൊരു മിസ്റ്റേക്ക് ആണെങ്കിലും അത് നമ്മളത് കറക്റ്റ് ചെയ്തെടുക്കണം. സിബിലിൻ്റെ വെബ്സൈറ്റ് വഴി എങ്ങനെ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം എന്നതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് അത് തിരുത്തിയെടുക്കാമെന്ന് മനസ്സിലാക്കാം. മുൻപൊക്കെ നല്ല ഡിലേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നിലവിൽ അങ്ങനെയല്ല. RBIയുടെ റൂൾ അനുസരിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ ക്രെഡിറ്റ് ബ്യൂറോകളും കാര്യങ്ങളൊക്കെ ആക്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അവർ പെനാൽറ്റിയൊക്കെ ഇങ്ങോട്ട് നൽകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ വേഗത്തിൽ അത് പരിഹരിച്ച് കിട്ടാറുണ്ട്. നെക്സ്റ്റ് റിപ്പോർട്ടിൽ ചെക്ക് ചെയ്യണം മറ്റൊരു ഫീൽഡ് ക്രെഡിറ്റ് സ്കോർ ആണ്. ഒരു 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാകും. 300നും 900നും ഇടയിൽ. നിങ്ങളുടെ സ്കോർ 750ന് മുകളിലാണെങ്കിൽ ജനറലി അത് എക്സലന്റ് ആണ്. 700നും 749നും ഇടയിലാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ അത് ഗുഡ് ആണ്. 650നും 699നും ഇടയിലാണ് ക്രെഡിറ്റ് സ്കോറെങ്കിൽ അത് ആവറേജ് ആണ്. ഇനി 650ന് താഴെയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത് റിസ്കി ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ്. നിങ്ങളുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും റെഡ് ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ ഈ രീതിയിലാണ് ജനറലി നമ്മുടെ സിബിൽ സ്കോർ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ വേറെ ഏതെങ്കിലും ബ്യൂറോ, ഇപ്പോൾ എക്സ്പീരിയൻ്റെ സ്കോർ അല്ലെങ്കിൽ ഇക്യുഫാക്സിൻ്റെ സ്കോർ ആണെങ്കിൽ അതിൻ്റെ മെഷറിംഗ് റേഞ്ചും കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആണ്. നിങ്ങളുടെ റിപ്പോർട്ട് എടുത്ത് നിങ്ങളുടെ സ്കോർ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കോറിൽ ഒരു 50 പോയിന്റ് അല്ലെങ്കിൽ 100 പോയിൻ്റൊക്കെ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു റെഡ് ഫ്ലാഗ് തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാകും. നിങ്ങൾ എന്തെങ്കിലും EMI മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ സെറ്റിൽ ചെയ്തു, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു റെഡ് ഫ്ലാഗ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്നൊന്ന് സ്വയം ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളുടെ സിബിൽ റിപ്പോർട്ടിൽ നോക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഫീൽഡാണ് നിങ്ങളുടെ അക്കൗണ്ട് ഇൻഫർമേഷൻ. ഇവിടെയാണ് നമ്മൾ എടുത്തിട്ടുള്ള ലോൺ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമുക്ക് കാണാൻ
കാണുവാനായിട്ട് സാധിക്കുക. ഇതിൻ്റെ ബേസിലാണ് നമ്മുടെ റിപ്പോർട്ടിലെ മെജോറിറ്റി കാര്യങ്ങളും ലിങ്ക് ചെയ്ത് കിടക്കുന്നത്. അതിൻ്റെ ബേസിലായിരിക്കും നിങ്ങളുടെ സ്കോർ വരെ മെജോറിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഒക്കെ ആവുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകൾ, നിങ്ങളുടെ പേഴ്സണൽ ലോണുകൾ, നിങ്ങളുടെ ഹോം ലോൺ, കാർ ലോൺ, നിങ്ങൾ എടുത്തിട്ടുള്ള ബൈ നോ പേ ലേറ്റർ പ്രൊഡക്റ്റുകൾ, പിന്നെ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് EMI, അങ്ങനെ എന്തെങ്കിലും ലോൺ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു പർട്ടിക്കുലർ ലോൺ ഇല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്ത ലെൻഡറിൻ്റെ പേര്, ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാകാം, അവരുടെ പേര്, എത്ര രൂപയാണ് നമുക്ക് അനുവദിച്ച് കിട്ടിയത്, അതേപോലെ തന്നെ അത് ഓപ്പൺ ആണോ ക്ലോസ് ആണോ അങ്ങനെയുള്ള സ്റ്റാറ്റസ്. ഇപ്പോൾ നമ്മളത് കറൻ്റ്ലി അത് ആക്റ്റീവ് ആണെങ്കിൽ ഓപ്പൺ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ആയിരിക്കും. നിങ്ങൾ എടുത്തിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസിലേക്ക് അവിടെ ഈ ഒരു അക്കൗണ്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്നിട്ടുണ്ടാകും. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ്, അവൈലബിൾ ബാലൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു അക്കൗണ്ട് ഇൻഫർമേഷൻ സെക്ഷനിൽ നമുക്ക് കാണാം. ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. നിങ്ങൾ എടുക്കാത്ത എന്തെങ്കിലും ലോൺ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ വരാം. എന്തെങ്കിലും ടെക്നിക്കൽ എറർ കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ മിസ്യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ലോണൊക്കെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ ഒരു സെക്ഷനിലേക്ക് വേറെ ഏതെങ്കിലും ലോൺ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വരാം. പല കാരണങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ അത് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടെത്തുക. പിന്നെ ഈ ഒരു അക്കൗണ്ട് ഇൻഫർമേഷൻ സെക്ഷനിൽ നോക്കണം മറ്റൊരു കാര്യം, നിങ്ങൾ ക്ലോസ് ചെയ്ത അക്കൗണ്ട് അവിടെ സ്റ്റിൽ ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. നമ്മളൊരു ലോൺ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്തിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു 6 മാസത്തിനുള്ളിൽ, മാക്സിമം 6 മാസത്തിനുള്ളിൽ ഈ ഒരു സെക്ഷനിൽ റിപ്പോർട്ടിലെ ഈ ഒരു അക്കൗണ്ട് ഇൻഫർമേഷൻ സെക്ഷനിൽ അവിടെ ക്ലോസ്ഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസിലേക്ക് വന്നിട്ടുണ്ടാകും. അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസിലേക്ക് വന്നു എന്ന് ഉറപ്പാക്കണം. അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മോശമാകും. ദെൻ നോക്കേണ്ടത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ലോൺ അക്കൗണ്ട് അതിൻ്റെ ബാലൻസ് ആണ്. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ്, അതുപോലെ തന്നെ ലോൺ അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അവൈലബിൾ ബാലൻസ്, അതൊക്കെ കറക്റ്റായിട്ടാണോ റിപ്പോർട്ടിൽ കാണിക്കുന്നത് എന്ന് നോക്കുക. എവറി റോങ് എൻട്രി നിങ്ങളുടെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെ എഫക്റ്റ് ചെയ്യും. സോ ഇങ്ങനെയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിപ്പോർട്ടിൽ കറക്റ്റ് ആയിട്ടാണുള്ളതെന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് നിങ്ങളുടെ റിപ്പോർട്ടിൽ നോക്കേണ്ട മറ്റൊരു ഫീൽഡ് പേയ്മെൻറ്റ് ഹിസ്റ്ററിയാണ്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫീൽഡ് തന്നെയാണ്. നിങ്ങളുടെ ഓരോ അക്കൗണ്ടിനും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത് വൈസ് ഒരു ഗ്രിഡ് എന്ന രീതിയിൽ, കലണ്ടർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് ഹിസ്റ്ററി കാണാനായിട്ട് സാധിക്കും. അവിടെ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. 000 അല്ലെങ്കിൽ STP എന്നൊക്കെ ആണെങ്കിൽ ഓൺ ടൈം പേയ്മെൻറ്റ് ആണ്. ഇനി 30 എന്നാണെങ്കിൽ 30 ഡേയ്സ് ലേറ്റ് പേയ്മെൻറ്റ് ആണ്. 60 എന്നാണെങ്കിൽ 60 ഡേയ്സ് ലേറ്റ് പേയ്മെൻറ്റ്, 90 ആണെങ്കിൽ 90 ഡേയ്സ് ലേറ്റ് പേയ്മെൻറ്റ് ആണ്. ഈവൻ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ്, അതായത് 30 ഡേയ്സ് ലേറ്റ് പേയ്മെൻറ്റ് വരെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നിങ്ങളൊരു 10 ദിവസം ലേറ്റ് ആയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്തത് എങ്കിൽ കൂടി അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിന് കാരണമാകും. പിന്നെ നിങ്ങളത് റീപേ ചെയ്തു, അടക്കാനുള്ള എമൗണ്ട് കറക്റ്റായിട്ട് റീപേ ചെയ്താലും റെഡ് ഫ്ലാഗ് നിങ്ങളുടെ റിപ്പോർട്ടിൽ 7 to 10 വർഷം ഉണ്ടാകും. ഇത് പിന്നെ നിങ്ങൾക്ക് ലോൺ കിട്ടുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിട്ട് മാറും. സോ ഓൺ ടൈമിൽ എന്ത് ലോൺ പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ റീപേയ്മെൻറ്റ് ഓൺ ടൈമിൽ തന്നെ ചെയ്യുക. എന്തെങ്കിലും ഒരു ലേറ്റ് പേയ്മെൻറ്റ് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു സെൽഫ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും EMI അടക്കാനായിട്ട് മറന്നോ, അല്ലെങ്കിൽ ഓട്ടോ ഡെബിറ്റ് സെറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പോയില്ലേ, ഇനിയിപ്പോൾ ബാങ്കിൻ്റെ സൈഡിൽ മിസ്റ്റേക്ക് ആണോ, അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ബാങ്കിൻ്റെ ഭാഗത്തേക്ക് മിസ്റ്റേക്ക് ആണെങ്കിൽ കറക്റ്റായിട്ട് പേ ചെയ്തിട്ടും അത് അവർ ലേറ്റ് ആയിട്ടാണ് അവർ എൻട്രി ചെയ്തതെങ്കിൽ അത് ബാങ്കിനെ കോൺടാക്ട് ചെയ്ത് അല്ലെങ്കിൽ സിബിലിൽ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് തിരുത്തിയെടുക്കുക. നെക്സ്റ്റ് റിപ്പോർട്ടിൽ നോക്കേണ്ട മറ്റൊരു ഫീൽഡ് എൻക്വയറീസ് ആണ്. നമ്മളൊരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തു, ഇല്ലെങ്കിൽ ഒരു ബൈ നോ പേ ലേറ്റർ പ്രൊഡക്റ്റിന് അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു ലോണിന് അപ്ലൈ ചെയ്തു, ഇങ്ങനെ എന്ത് തരത്തിലുള്ള ലോൺ പ്രൊഡക്റ്റിന് അപ്ലൈ ചെയ്താലും അവർ നമ്മുടെ സ്കോർ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ അവർ നമ്മുടെ റിപ്പോർട്ട് ആക്സസ് ചെയ്യും. സിബിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്യൂറോയുടെ റിപ്പോർട്ട് ആക്സസ് ചെയ്യും. സോ അതൊരു ഹാർഡ് എൻക്വയറി ആയിട്ട് നമ്മുടെ റിപ്പോർട്ടിൽ മാർക്ക് ചെയ്യപ്പെടും. സോ നിങ്ങൾ ചെറിയൊരു ടൈം പീരീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് പല ലോൺ പ്രൊഡക്റ്റുകൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളൊരു റിസ്കി ബോറോവർ ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. സോ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ലോൺ പ്രൊഡക്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക. പിന്നെ ഈ ഒരു സെക്ഷനിൽ നോക്കേണ്ടത് നിങ്ങൾ അപ്ലൈ ചെയ്യാതെ എന്തെങ്കിലും എൻക്വയറിയും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഡാറ്റയൊക്കെ ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ അറിയാതെ എന്തെങ്കിലും ലോൺ പ്രൊഡക്റ്റുകൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എൻക്വയറി സെക്ഷനിൽ അത് വരും. സോ നിങ്ങൾ അപ്ലൈ ചെയ്യാതെ എന്തെങ്കിലും ലോൺ പ്രൊഡക്റ്റുകൾക്കുള്ള എൻക്വയറി ഈ ഒരു ഫീൽഡിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളുടെ റിപ്പോർട്ടിൽ നോക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ റിപ്പോർട്ടിൽ റിട്ടേൺ ഓഫ് അല്ലെങ്കിൽ ഓവർ ഡ്യൂ അല്ലെങ്കിൽ സെറ്റിൽമെന്റ് പോലുള്ള ടാഗുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ടാക്സ് ആണിത്. ഇപ്പോൾ സെറ്റിൽമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആക്ച്വലി പേ ചെയ്യാനുള്ള എമൗണ്ടിനേക്കാൾ കുറവ് എമൗണ്ട് അടച്ചാണ് നിങ്ങൾ ആ ഒരു ലോൺ ക്ലോസ് ചെയ്തത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആക്ച്വലി നിങ്ങൾ അടയ്ക്കേണ്ടിയിരുന്ന എമൗണ്ട് അല്ല, അത് കുറച്ച് ഒരു സെറ്റിൽമെന്റ് എന്ന രീതിയിൽ അവർ പറഞ്ഞ എമൗണ്ട് അടച്ചായിരിക്കും നിങ്ങൾ ആ ഒരു ലോൺ ക്ലോസ് ചെയ്തത്. അങ്ങനെയൊക്കെ ക്ലോസ് ചെയ്യുന്നത് നിങ്ങളുടെ റിപ്പോർട്ടിൽ റെഡ് ഫ്ലാഗ് വരുത്തും. സെറ്റിൽമെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം അവിടെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ സ്കോർ കുറയും. പിന്നെ നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനും അത് ബുദ്ധിമുട്ടായിട്ട് മാറും. നിങ്ങളൊരു ലോൺ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് വാങ്ങുക, ചോദിച്ചു വാങ്ങി അത് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിപ്പോർട്ടിൽ ഒരു 3 to 6 മന്തിനുള്ളിൽ ആ ഒരു ലോൺ അക്കൗണ്ട് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസിലേക്ക് വന്നു എന്ന് ഉറപ്പുവരുത്തണം. പലരും തിങ്ക് ചെയ്യുന്നത് എമൗണ്ട് റീപേ ചെയ്ത് ക്ലോസ് ചെയ്താൽ
മതി എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ റിപ്പോർട്ടിൽ കൂടി അത് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസിലേക്ക് വന്നു എന്ന് കൂടി ഉറപ്പുവരുത്തണം. ഒരു സിബിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട് കാർഡാണ്. ജസ്റ്റ് സ്കോർ മാത്രം ചെക്ക് ചെയ്താൽ പോരാ, നമ്മുടെ റിപ്പോർട്ടിലെ നമ്മുടെ പേഴ്സണൽ ഡാറ്റ, അക്കൗണ്ട്സ്, അതുപോലെ പേയ്മെന്റ് ഹിസ്റ്ററി, എൻക്വയറി, എന്തെങ്കിലും നെഗറ്റീവ് ടാക്സ് വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിൽ എടുക്കാൻ പോകുന്ന ഹോം ലോൺ അല്ലെങ്കിൽ വെഹിക്കിൾ ലോൺ അല്ലെങ്കിൽ ഒരു പ്രീമിയം ക്രെഡിറ്റ് കാർഡ്, അങ്ങനെയുള്ള നമ്മളുടെ ഭാവിയിലെ ആവശ്യങ്ങളെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അത് കിട്ടാത്തൊരവസ്ഥയിലേക്ക് നയിക്കും. സോ നമ്മുടെ റിപ്പോർട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. ഈവൻ ഇപ്പോൾ പല കമ്പനികളിലും നമുക്ക് ജോലി കിട്ടണമെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്ന രീതിയിൽ നമ്മുടെ സിബിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നുണ്ട്. സോ അങ്ങനെയും ഫ്യൂച്ചറിൽ പല പ്രശ്നങ്ങളും വരും. സോ റിപ്പോർട്ട് എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. നമുക്കിപ്പോൾ പല പ്ലാറ്റ്ഫോമിലും ഓരോ മാസം സൗജന്യമായിട്ട് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഈ ബട്ടണിൽ ആഡ് ചെയ്യാം. സോ എല്ലാ മാസവും നിങ്ങളുടെ റിപ്പോർട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുക. ഈവൻ മിനിമം ഒരു 3 മന്ത് കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പലരും തിങ്ക് ചെയ്യുന്നത് സിബിൽ എന്ന് പറയുന്നത് ജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ മാത്രമാണെന്നാണ്. സോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി